ഹായ് ഫ്രണ്ട്സ്, എനിബഡിക്കാണ്ടുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണോ ആദ്യത്തെ ദിവസമാണ്? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ദിവസം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മൈസൂരിനോട് അടുത്ത് ഒരു 5-6 കിലോമീറ്ററും കൂടി ഉള്ളൂ മൈസൂരിലേക്ക്. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ ഇന്നലെ ഈ ബേക്കിൽ കാണുന്ന സ്ഥലം കണ്ട. ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നത് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. നല്ല രാത്രിയായപ്പോൾ തണുത്തിട്ട് ഒരു രക്ഷയില്ല. രാവിലെ വലിയ കാര്യത്തിൽ ഫാനൊക്കെ ഇട്ട് ഇന്നലെ കിടന്നതാണ്. രാത്രിയായിട്ട് ലാസ്റ്റ് ഫാനും ഓഫാക്കി പുതപ്പും പോച്ച കിടന്നത്. അമ്മാതിരി തണുപ്പ്. പിന്നെ ഫുള്ള് മയില്, അതിന്റെ കൂടെ ഫുള്ള് കൊതുക്, മയില് നടക്കുന്നത്. ആ സൈഡിലൊക്കെ ഇപ്പോൾ വലിയൊരു മയിൽ നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് സൂം ചെയ്ത് കാണിച്ചാൽ അതിന്റെ ആ ഒരു ക്ലാരിറ്റി പോകും. അതുകൊണ്ട് ഞങ്ങൾ അധികം സൂം ചെയ്യാതെ കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ചായ ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം. ഇത് രണ്ടും കൂടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് ഇടയ്ക്ക് നിർത്തണ്ടല്ലോ പരിപാടി. ഫുഡ് വെച്ച് വെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിന്റെ മെയിൻ ലക്ഷ്യം. അല്ലെങ്കിൽ അറിയാലോ, ഫുഡ് പോയിസൺ പിടിച്ച് ഞങ്ങൾ സൈഡ് ആവില്ല, പകുതിയിൽ നിന്ന് തിരിച്ചൊക്കെ പോകേണ്ടി വരും. വെറുതെ എന്തിനാ നമ്മുടെ ഈ യാത്ര നമുക്ക് പൂർത്തിയാക്കണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ രാവിലത്തെ പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്യാസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മയിൽ നിൽപ്പുണ്ട് കേട്ടോ. പുള്ളി ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളുടെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് പുള്ളി വരുന്നില്ല. വെച്ചോ മനസ്സി. ഇപ്പോൾ ആദ്യം നമുക്ക് കട്ടൻ ചായ കുടിക്കുക. അതാകുമ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അല്ലേ അരിയും വേവിക്കാമല്ലോ. അരിയും കൂടി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. രണ്ടാൾക്കുള്ളത് മതി, അത് മതി. തീ കത്തിക്കുന്നില്ല മേഡം? ഞാൻ കത്തിക്കണമായിരിക്കും. ശരി. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ ചൂടാവുന്നേ ഉള്ളൂ, വെള്ളം കേട്ടോ. അപ്പോൾ ഇത് ആൻസി ഇവിടെ അരി കഴുകുന്നുണ്ട്. അരിയൊക്കെ വേഗം കഴുകിയിട്, എന്നിട്ട് വേണം ഏതെങ്കിലും ഒരു പമ്പിലൊന്ന് കയറാൻ. പമ്പിൽ കിടന്നില്ല ഇതാൾ വേറെ ബുദ്ധിമുട്ട്. പക്ഷെ ഞങ്ങൾ നോക്കുന്നുണ്ട്, ആ മൂലയിലൊരു ചേട്ടൻ ഇരിക്കുക. എന്തിനാന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി കഴിച്ചിട്ട് പോവാം. ആ മയിലാണെങ്കിൽ ഫുള്ള് തൂവലൊക്കെ ആയിട്ടാണ് നിൽക്കണേ, അനങ്ങുന്നില്ല. എത്ര സമയം കഴിഞ്ഞ്. എന്തായാലും ആ തേയിലയൊക്കെ എങ്ങനെ എടുത്തോ? തേയിലയൊക്കെ എവിടെ ഇരിക്കുന്നത്? അപ്പോൾ അതാ വെള്ളം തിളച്ചു. ചെറിയ കടുപ്പ് മതി കേട്ടോ, അല്ലെങ്കിൽ അധികം കടുപ്പിട്ടാൽ നമ്മൾ പോയി വരുമ്പോഴത്തേക്കും നമ്മളൊരു വഴിയാവും. കളർ മാറാനുള്ളതേ ഉള്ളൂ അല്ലേ? അത് മതി. എനിക്കും വലിയ കടുപ്പത്തോട് വലിയ താല്പര്യമില്ല. ആൻസിക്കോ? അല്ല ആൻസിക്കോ? ഇല്ല. ഇപ്പം ഇച്ചിരി പഞ്ചസാര ഇടുവാണെന്നുള്ള ഗുണം എന്താ അറിയോ? പെട്ടെന്ന് അലുത്തോളും. പഞ്ചസാര വേണമെങ്കിൽ കൂടുതൽ ഇട്ടോ. അപ്പോൾ ആ സ്റ്റൂളും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ല ആവശ്യമായിട്ട് ചായ കുടിക്കാം അല്ലേ. നല്ല കൃഷിത്തോട്ടം. ഇത് ശരിക്കും എന്താണെന്നറിയോ, ഇവിടെ എന്തോ കൃഷിക്ക് വേണ്ടി നന്നാക്കി ഇട്ടേക്കുന്നതാണ് സംഭവം. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്. ആ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അതൊക്കെ കത്തിച്ചു. ആ കത്തിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നിരപ്പി നല്ല വൃത്തിയാക്കി ഇട്ടേക്കുക. വേസ്റ്റുകളൊക്കെ കത്തിച്ച് ഏതോ മലയാളി ഇത് കൃഷി പാട്ടത്തിനെടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. എന്താ ആൻസി കടി രാവിലെ? ഉണ്ണിയപ്പാ? എന്നാൽ ഉണ്ണിയപ്പവും കട്ടൻ ചായ അടിക്കാം അല്ലേ. ആഹാ, രാവിലെ ഉണ്ണിയപ്പവും കട്ടൻ ചായ. രാവിലെ നമ്മൾ ഏറ്റവും വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയയിൽ ഒരു 5-10 മൈൽ. അവിടെ ചെന്നിട്ടോ? എന്നിട്ട് നമ്മൾ പോണ വഴിക്ക് ഫോറസ്റ്റുകാർ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ പൊക്കാൻ. ഇടി മയിലെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ രാഷ്ട്രീയ ദേശീയ പക്ഷിയാണ്. വേണ്ടെന്ന് എന്തിനാ? കൊന്ന് കറി വെച്ച് തിന്നതെന്നെങ്ങാനും പറഞ്ഞാൽ തീർന്നു. നമ്മുടെ കയ്യിലാണെങ്കിൽ കുക്കറും ഗ്യാസൊക്കെ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉണ്ണിയപ്പവും ചായയും കുടിച്ചിട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അന്നേരത്തേക്ക് നമ്മുടെ കഞ്ഞി വേഗം. വേഗം ചായ കുടിച്ചു. അങ്ങനെ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു. ഇനി പാത്രം കഴുകണം. അപ്പോൾ തന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഉള്ളിൽ ഗ്യാസോടെ അങ്ങ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനാകത്ത് നന്നായിട്ട് വെന്തോളും അല്ലേ. ചിലപ്പോൾ ചൂടോടെ കഴിക്കാൻ പറ്റും. ചിലപ്പോൾ ഉള്ള ഇതങ്ങ് പോയും കിട്ടും, വേവ് കൂടിയും കിട്ടും. പെരിഞ്ചാതി മയിലാട്ടോ. ഇത് കണ്ടോ, എന്തോരം മയിലാന്ന് നോക്കിയാൽ. ഈ പോകുന്നത് മൊത്തം മയിലാണ്. നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങോട്ട് വരുന്നേ ഇല്ല കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോയെങ്കിലും എടുക്കാമായിരുന്നു അല്ലേ ആൻസി. കടുവയൊന്നും അല്ലാത്തതുകൊണ്ട് പേടിക്കണ്ട, അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴേ. അപ്പോൾ നമുക്ക് ഇത് സാധനങ്ങളെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വണ്ടി ഉള്ളു ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡിൻ്റെ വലിപ്പം കൂടിയതുകൊണ്ട് സ്പേസ് പറ്റ കുറഞ്ഞു ഉള്ളിൽ. ഇത് നോക്കി, ശരിക്കും ഇതൊക്കെ കാണിക്കാൻ പാടുള്ളതല്ല, അത്ര അലമ്പായിട്ടാണ് ഉള്ളി കിടക്കുന്നത്. ഉള്ളലമ്പായി. ഇനിയിപ്പോൾ ഇത് മൊത്തം ഉള്ളിലത്തെ സാധനങ്ങൾ മൊത്തം അടുക്കിയിട്ട് നമുക്ക് മേള് പിന്നീട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്ക് വേഗം അടുക്കിയിട്ട് മെല്ലെ വിടുന്നത് അല്ലേ.
ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പണി എന്താണെന്നറിയാം ആൻസിക്ക്, നമ്മുടെ ബർണർ ഒന്ന് ചൂടാറണം, അതിനാണ് ഏറ്റവും വലിയ പണി. ഞങ്ങളുടെ പരിപാടികളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറിട്ടോ. അകത്ത് കയറി ഉള്ളൊക്കെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇവിടുന്ന് വണ്ടി എടുക്കുക അല്ലേ? എന്താ ദിവസം ഒന്ന് ചോദിച്ചോട്ടെ. ഇന്ന് ചൊവ്വാഴ്ചയാ? ഞാൻ സത്യം പറയട്ടെ, ഇന്ന് ഇതില്ല, മൈസൂർ സൂ ഇല്ല. ഇന്ന് ചാമരാജ് നഗർ സുവോളജിക്കൽ പാർക്ക് ഇല്ല. പക്ഷേ മൈസൂർ സൂ ഒന്ന് കയറണം ഓർത്താണല്ലോ തോന്നുന്നത്. അതില്ലെന്ന് വെനസ്ഡേ 8:30 തുറക്കുന്ന പറഞ്ഞത്. കാരണം ഇത് സാധാരണ 8:30 തുറക്കുന്നത്, പക്ഷെ ഇന്ന് ഇല്ലെന്ന് കാണിക്കുന്നു. തട്ടിപ്പായിരിക്കും, നമുക്ക് പോയി നോക്കാം. 8:30 അപ്പൊ നമ്മള് സൂവിനെ പറ്റിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. സൂവിനെ പറ്റി നോക്കി. ചൊവ്വാഴ്ച ദിവസം സൂ ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഇതേപോലെ പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങള് ഗോവയില് ഞങ്ങളിങ്ങനെ ഒരു സൂ കാണാൻ വേണ്ടി ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്നു. അത് ചൊവ്വാഴ്ചയായിരുന്നു. പക്ഷെ ചൊവ്വാഴ്ച ദിവസം സൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും. ഈ ചൊവ്വാഴ്ച ദിവസം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈസൂരിനോട് വിട പറയുന്നു. അപ്പൊ മൈസൂരിനോട് വീട് പറഞ്ഞ് നമ്മൾ പോവാൻ കേട്ടോ. പിന്നെ വേറൊരു സീൻ എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ കണ്ടു നിർത്തിയ ഈ ഒരു സ്ഥലത്ത് ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു മുള്ളും കൂട്ടം പോലത്തെ ഒരു സെറ്റപ്പ് സാധനമാണ് ഈ കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ആ സാധനത്തിലൊക്കെ ടയർ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താവുന്നൊന്നും അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ്, റോട്ടിലെത്തി കഴിയുമ്പോ കാണാം. ഇനി ടയറിലെങ്ങാനും ഉണ്ടെങ്കിൽ എടുത്ത് കളയാം. അപ്പൊ നമുക്ക് പോവാം. ഞാൻ വണ്ടിയിൽ നിന്ന് ഒന്ന് ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ പിന്നെ കുഞ്ഞു മുള്ളാണ്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നാലും മുള്ളല്ലേ, അതാണ്. ഇന്നലെ അവിടെ കയറ്റിയപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതുമില്ല. കാരണം എന്നാൽ നമ്മൾ ഉറങ്ങാൻ നേരത്തെ നമ്മൾ നോക്കി, പക്ഷേ ഒയ്യോ ഇതിച്ചിരി വലുതാണല്ലോ. സൂചിപ്പഞ്ചർ പിടിക്കുമോ? ഇല്ല, ഭാഗ്യം. ഇവിടെ ബേക്കിൽ, വണ്ടീൻ്റെ ബേക്കിലൊക്കെ പിടിച്ചിരിക്കുകയാണ്. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഫുള്ള് മുള്ള്. എൻ്റെ എൻ്റെ അയ്യോ, ഇതിൽ നിറച്ച് മുള്ളാണല്ലോ. ഇത് പിന്നെ പഞ്ചറാവാൻ മാത്രമുള്ള മുള്ളില്ല എന്നും പറഞ്ഞ് നമുക്ക് സൂക്ഷിച്ചില്ലേ. അയ്യോ ഇത് ഇച്ചിരി വലുതാണല്ലോ. പിന്നെ പഞ്ചർ കിറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, എന്നാലും അതല്ലല്ലോ. പോവാ. എന്തായാലും മിക്കവാറും പണി കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ഒന്നും അറിയാൻ പറ്റില്ല, കാരണം ബാക്കിയെല്ലാം കയറിയത് അതിന്റെ കട്ടയിൽ കൂടിയാ. ഒരെണ്ണം ആ സൈഡിലത്തെ ടയറില്ലേ, അതിൽ ഒരെണ്ണം മാത്രം കയറിയത് ടയറിന്റെ ഉള്ളിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. അതായത് കട്ടേന്റെ 2 കട്ടകളുടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നിന്ന്. പിന്നെ അതിനേക്കാളും വണ്ണം ഉണ്ടാവും വിചാരിക്കാം, പക്ഷെ ഇച്ചിരി അത്യാവശ്യം ഇച്ചിരി വലിയ മുള്ളായിരുന്നു. ഇതൊരു തരം മുള്ളും കൂട്ടം പോലത്തെ ഒരു, അതാണ് ഈ റോഡ് സൈഡിലൊക്കെ കത്തിച്ചിട്ട് എന്റെ കാലയിലും ഒരെണ്ണം കുത്തി. അത് ഭയങ്കര ഒരു കടച്ചില്. അങ്ങനെന്തോ മുള്ളാണ്. എന്തായാലും നമുക്ക് പോവാ. നമുക്ക് നോക്കി പോവാട്ടോ. നോക്കി പോവാ. ആ സൈഡിലെ ടയറേ ആവുകയാണെങ്കിൽ ആവുള്ളൂ, ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. ഫ്രണ്ട് ടയറിലെ നമുക്ക് പോവാട്ടോ. നമ്മളിപ്പോ മൈസൂർ ടൗൺ ടച്ച് ചെയ്യാണ്ടാണ് ഇനി പോകുന്നത് കേട്ടോ. കാരണം മൈസൂരിന് ടൗൺ ഇല്ല, അവിടുത്തെ പകുതി സംഭവങ്ങളൊന്നും ഇല്ല ചൊവ്വാഴ്ച ദിവസം. നല്ലൊരു ഗ്രാമപ്രദേശത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഒരു ചേട്ടൻ വന്നു. ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ചേട്ടനോട് വന്നിട്ട് പറഞ്ഞു, ഈ വഴി നിങ്ങൾ പോവണ്ട, കാരണം വഴി മോശമാണ്. പിന്നെ 4 കിലോമീറ്ററോളം നല്ല ചുറ്റുണ്ട്, ഇതിൽ കൂടെ പോയാൽ. നിങ്ങൾ ഇപ്പൊ വന്ന വഴി ഏതാണോ അതിൽ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടോ. ഗൂഗിൾ ഈ വഴി കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് റിസ്ക് ആയിരിക്കും. 4 കിലോമീറ്റർ എക്സ്ട്രാ ഉണ്ട്. നിങ്ങൾ വഴി കൊള്ളില്ല, നിങ്ങൾ ഇതിലെ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ്, ആ വഴി തന്നെ അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞ വഴി ഞങ്ങൾ ഇതില് ഈ റോഡിലേക്ക് കയറിട്ടോ. നല്ല വഴിയാട്ടോ. അപ്പൊ അവിടെ ചിലപ്പോ എന്തെങ്കിലും പണി നടക്കും, അങ്ങനെ എന്തെങ്കിലും ഇരിക്കും. കലിങ്ക, പണി കഴിഞ്ഞിട്ടുള്ള കലിങ്കാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും കൂടുതൽ എല്ലാരെയും കൃഷി പശുവാണ് അല്ലേ. രാവിലെ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച, കുറെ പശുക്കളൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ. അങ്ങനെ കുറെ നേരത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മള് 10 വരി പാതയിൽ കയറി കേട്ടോ. ഇത് ബാംഗ്ലൂർ എക്സ്പ്രസ്സാ, ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് കയറിയേ. 10 വരിയല്ലേ. അങ്ങനെ നമ്മൾ സന്തോഷപരമായി യാത്ര തുടരാം. നമ്മുടെ മുന്നിലൊരു ഓട്ടോ പോകുന്നുണ്ട് കേട്ടോ.
നമ്മുടെ നാട്ടിൽ ചെയ്യില്ലാത്ത ഒരു കാര്യം. അത് പെണ്ണുങ്ങളൊക്കെ ഒട്ടും ഇങ്ങനെ ഇരുന്നൊന്നും യാത്ര ചെയ്യേയില്ല കേട്ടോ. അവർക്കൊന്നും സൈഡിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ടെൻഷനും ഇല്ല, ഒരു പേടിയില്ലാണ്ട് അവർ യാത്ര ചെയ്യുന്നുണ്ടോ. ഇവിടെ എന്താന്നറിയോ, കേരളത്തിനേക്കാളും ജനമുണ്ട്. ഞങ്ങളുടെ മുന്നിൽ ഒരു ബൈക്കുകാർ പോകുന്നുണ്ടോ, അവര് ഞങ്ങളെ കണ്ട് സ്ലോ ആക്കി ഞങ്ങക്ക് തംസ് അപ്പ് ഒക്കെ കാണിച്ചു കേട്ടോ. ഒരു സ്ലോ ആയിട്ട് പോവും അവരുടെ അടുത്തേക്ക്. മുമ്പ് നമ്മൾ പറഞ്ഞുള്ളൂ നമ്മളെ ആരും തംസ് അപ്പ് ഒന്നും കാണുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഞങ്ങൾ സങ്കടം പറയുമായിരുന്നേ. മലയാളികളാണ് തോന്നുന്നല്ലേ, മലയാളികളാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. കാശ്മീരാണെന്ന് തോന്നുന്നു. ആണോ? കാശ്മീർ ഇരിട്ടിക്കാരാണ് കേട്ടോ. നിങ്ങളും കാശ്മീരാ? ഞങ്ങളും കാശ്മീർ. ഞങ്ങള് വയനാട്. നിങ്ങളപ്പോ ഇരിട്ടിയല്ലേ? ഇവരും അങ്ങോട്ട് തന്നെയാണ് കേട്ടോ, കാശ്മീർ തന്നെയാണ് ഇവരുടെ ഫസ്റ്റ് ട്രിപ്പ് അല്ലേ. പക്ഷെ ഒരു റൂട്ട് വേറെയാണ്. എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാതിരിക്കും അല്ലേ. ഇവിടെ ആള് മാറി കയറുകയെന്ന് തോന്നുന്നു അല്ലേ, ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കിടക്കാനുള്ള സ്ഥലവും കാര്യങ്ങളെല്ലാം ആദ്യമേ ചിന്തിച്ചൊക്കെ വെച്ചിട്ടാണ്. നമ്മൾ അങ്ങനെ നല്ലല്ലോ, വീട്ടാണല്ലേ ഏതെങ്കിലും പമ്പിൽ നമ്മൾ കയറുന്നു കിടക്കുന്നു, മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ നമ്മളോട് സംസാരിച്ചിട്ട് പോവാണ്. അവര് കാശ്മീർ, അവര് ശ്രീനഗർ വരെ ഉള്ളൂ. ശ്രീനഗർ വരെ അല്ലേ. പക്ഷെ അവരുടെ റൂട്ട് വേറെയാണ് കേട്ടോ. അവര് ഹൈദരാബാദ് വഴി കയറാൻ. എസിട്ടേക്ക ചൂടേ ഒരു രക്ഷയില്ല. കർണാടകയിലൊക്കെ എന്റെ അമ്മയെ എന്റെ ചൂടാന്നറിയോ. നമുക്ക് എ സി ഒരു ലേശം തണുപ്പൂറും ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഞങ്ങള് വണ്ടി ഒന്ന് നിർത്തിട്ടോ. എന്തിനാ അറിയോ, ചായ കുടിച്ചു. ചായയും നമ്മുടെ ഉണ്ണിയപ്പമാണ് കഴിച്ചത്. ഞാനൊരു 5-10 ഉണ്ണിയപ്പം കഴിച്ചു. എന്നിട്ട് എന്നോട് പറയാണ് സമയമായില്ലേ വിശക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ 10 മിനിറ്റ് പിന്നെ ചോദിക്കാം അഞ്ചി വിശക്കുന്നുണ്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി സാറിന് വിശന്നിട്ടാണ് എന്നോട് ഈ ചോദ്യം. അതല്ല, ഇവളും കൂടി ഒന്ന് പറയായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് നിർത്താം. വിശക്കുന്നൊന്നുമില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വണ്ടി നിർത്തിക്കിട്ടോ. ഞങ്ങൾ ഒരു കുഞ്ഞു കട കണ്ടു. ഒരു അമ്മയുടെ കടയാണ്, ഒരു അമ്മച്ചിയുടെ കട കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതുണ്ടോ, ഈ ഒരു അമ്മയുടെ കടയാണ്. ഞാനൊരു ദോശ പറഞ്ഞു, ചേട്ടൻ റൈസ് ബാത്തോ എന്നൊന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പതുക്കെ ചേട്ടൻ കൈ ഇടാൻ പോയതാണ്. കൈ ഇട്ട് കയറി വന്നേ. ഇതായിട്ടോ അവരുടെ കിച്ചൺ. നൈസായിട്ടോ കിച്ചൺ, കുഞ്ഞു കിച്ചൺ. ചേട്ടൻ്റെ വന്നു കേട്ടോ. ഇതെന്താ ചേട്ടേ? റൈസ് ബാത്തോ ആണോ? ഇതൊക്കെ എന്തൊക്കെയാ? ബിരിയാണി പോലത്തെ ക്യാബേജ് വട തോന്നുന്നു. സർലാസ്, ഇതെന്തോ ഒരു ചട്നിയാന്ന് തോന്നുന്നു, ചാറുകറി എന്തോ ആണ്. എനിക്ക് വന്നോ, ഞാൻ കഴിക്കുന്നുണ്ടോ എന്ന് പോലും ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. അതിന് മുന്നേ സൂപ്പർ സാധനം ആണോ? ഓക്കെ, എന്നാ കഴിച്ചോ. എൻ്റെ ദോശ വന്നു കേട്ടോ. പ്ലെയിൻ ദോശയും വട, സമ്മന്തി, സാമ്പാർ. അപ്പോഴത്തേക്കും സാറിന് മാത്രം കണ്ടോ പകുതിയോളായി. നല്ല വിശക്കുന്നുണ്ടായിരുന്നല്ലേ. ഞാൻ എൻ്റെ ദോശ കഴിക്കട്ടെ കേട്ടോ. ആണോ? കൊള്ളാം. കഴിച്ചോ. ദോശ എങ്ങനെയുണ്ട്? നല്ല ദോശയാണ്. ആണോ? ചമ്മന്തിക്ക് നല്ല എരിവുണ്ട്. പക്ഷെ എരിവുണ്ടെങ്കിൽ സൂപ്പർ സാധനം കേട്ടോ. ഞാനിവിടെ തീർത്ത് എനിക്ക് ഇവിടുത്തെ നെയ്യല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെയ്യാ? പ്രത്യേക ടേസ്റ്റ് ആണോ? എരിമനെയ്യായിട്ടായിരിക്കും. ഞങ്ങൾ ചായയുടെ എല്ലാം കഴിഞ്ഞ് വണ്ടി കയറിട്ടോ. നല്ല ചൂട് എന്ന് പറഞ്ഞാൽ അതെ. നാളെ നമുക്കൊരു പണിയാ, എന്തെങ്കിലും ഉണ്ടാക്കാം മൈദ വല്ലതും വെച്ച്. ഞങ്ങൾ രാവിലത്തെ ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിയില്ല. ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് ഞങ്ങൾ ഉണ്ടാക്കിയട്ടോ. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ചേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോ ഇപ്പൊ ചൂടാണെങ്കിലും നമ്മൾ പകുതി എത്തുമ്പോഴത്തേക്ക് തണുപ്പൊക്കെ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിക്കാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയതെന്ന് വെച്ചാൽ ഇങ്ങനെ അറ്റത്ത് കൂടിയാണ് പോയത്, ഒരു സൈഡിൽ കൂടി. ഇപ്പൊ നമ്മൾ പോകുന്നത് സെൻട്രിൽ കൂടിയാണ് കയറുന്നത് കേട്ടോ.
വഴിയൊക്കെ നല്ല വഴിയാല്ലേ, ഇതൊക്കെ പുതിയ വഴികളാട്ടോ, പുതിയ റോഡാണ്, നല്ല അടിപൊളി റോഡാണ്, വലിയ കാര്യമായിട്ട് കട്ടറും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നല്ല സുഖമായിട്ട് പോവാം. യാത്രാസുഖമുണ്ട്, വെയിലിന്റെ ഒരു സുഖമില്ലാതെ അത്രേ ഉള്ളൂ. നല്ല അത് വെയിലെന്ന് പറഞ്ഞാൽ നല്ല കടിങ്കട്ടി വെയിലാണ്, അമ്മാതിരി വെയിലാണ്. നമുക്ക് എന്തായാലും പോവാം. ഇതുണ്ടോ ഒരു മരം കണ്ടിട്ട് നിർത്തിയതാട്ടോ, ഇലയില്ല, പക്ഷെ എല്ലാ ഭംഗിയാ നോക്കി, നല്ല ഭംഗിയിടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി മുഴുവന് പൂവല്ലേ. ഇതെന്ത് പോവാ? ഇത് നമ്മുടെ മറ്റേ മഞ്ഞപ്പൂവാണ്. അല്ല, അത് ഈ ഇമ്മാര് നീളത്തിൽ ഇത്രയും പൊക്കത്തിലും വരുമോ? അത് പിന്നെ അല്ലേ? അല്ല ഏട്ടേ, ഇത് വേറെന്തോ വേറെ പൂവ്, പക്ഷെ കോളാമ്പി തന്നെ നല്ല ഭംഗി, അടിപൊളിയായിട്ടുണ്ട്. എന്നാ പോവാ, അടിപൊളി പറഞ്ഞോണ്ടിരുന്നാലേ നമുക്ക് സമയം പോകും. 2 മരം അടുത്തടുത്ത് നല്ല ഭംഗി കാണാൻ. ഒരു സംഭവം കണ്ട് നിർത്തിയതാണ്, അങ്ങോട്ട് ഫുള്ള് പൂക്കൃഷിയാണ്. ഇതെന്ത് പൂവാന്ന് മനസ്സിലായോ? അതായത് ഇതാണ് നമ്മുടെ കനകാംബരം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇവിടെ ഫുള്ള് കനകാംബരമാണ്, ഇത് മൊത്തം പൂത്ത് നിൽക്കുന്നുണ്ടോ? ഇത് കണ്ട കനകാംബരവും മുല്ലപ്പൂവൊക്കെ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ തരംഗമായ പൂക്കളായിരുന്നു. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ വലിയ ചെടികളുണ്ട്. ഇങ്ങോട്ട് മല്ലിയാണ്, ചെണ്ടുമല്ലി. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കണ്ടപ്പോൾ പഴയ ചില ഓർമ്മകൾ വന്നപ്പോൾ ഞാനൊന്ന് നിർത്തിയെന്നുള്ളേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ അല്ല, നീണ്ട നാളത്തെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു പമ്പിലെത്തി എന്ന് പറയാൻ വേണ്ടി വന്നതാ. തോന്നി ചെറിയ വെടി വെക്കട്ടോ. പിന്നെ നീണ്ട കുറേ നാളത്തെ കാത്തിരിപ്പിന് ചെയ്യുന്നു പമ്പിലാണ് കിടക്കാൻ പോകുന്നത്. അതും ജിയോയുടെ പമ്പാണ്, അടിപൊളി ഒരു പുതിയ പമ്പാന്ന് തോന്നുന്നു. പുതിയ പമ്പാണ്, നല്ല പുറകിലൊക്കെ നല്ല കൃഷിത്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം. കൊള്ളാം അല്ലേ? എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ ഹാൾട്ട് ചെയ്യാം. ഇനി ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഇന്ന് ശരിക്കും നമ്മൾ അങ്ങനെ വേറെ എവിടെ നിർത്തിയില്ല, രാവിലെ തുടങ്ങി ഓട്ടല്ലേ. പക്ഷെ ഒരു പ്രത്യേകം എന്താ അറിയോ, അധികം ദൂരോട്ട് ഓടിയിട്ടില്ല. രാവിലെ തൊട്ട് ഓട്ടാണ്, പക്ഷെ അധികം ദൂരോട്ട് ഓടിയിട്ടില്ല, അതാണ് മെയിൻ ഒരു പ്രത്യേകത. അതെന്താ നമ്മള് ശരിക്കും പറഞ്ഞ ഇന്ന് ഒട്ടും ഓടിയില്ല. നമ്മള് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഇതില്ലേ, അല്ല നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ഒരു നാനോക്കാരം പോണ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി, ഞാനും ഇങ്ങനെയൊക്കെ പോകും. തിരിഞ്ഞൊരു നോട്ടം, അമ്മാരി ഓരോ പരിപാടികളൊക്കെ ആയിരുന്നു. അല്ല ആൻസി, നമ്മളിങ്ങനെ ഇരുന്നാ മതിയോ? ചോറിനുണ്ടേ? എന്തിയേ എടുത്തേ അമ്മേ. എന്തായാലും നല്ലൊരു പമ്പാട്ടോ, അതെ ലൈറ്റൊക്കെ ഇട്ട് നല്ല DJ പരിപാടിയൊക്കെ നടത്താം നമുക്ക്. എന്താ വെന്തില്ലേടി? നോക്കട്ടെ ഇച്ചിരി ഇതാ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ സ്ഥിരമായിരുന്നല്ലോ. അയ്യേ കറക്റ്റ് അരി കടിക്കണ്. ആവോ അരി കൂടിയിട്ടാണോ? അരി കൂടിയിട്ടായിരിക്കില്ലടി. ഇന്നൊരു പണി ഈ വെള്ളം കഴിച്ചേ, ഇത്രയും സാധനം എന്തായാലും വെറുതെ കളയാൻ പറ്റില്ലല്ലോ. നാളെ ചൂടാക്കി കഞ്ഞി കുടിക്കണം. ഒരു കൂലം കൂടി അങ്ങ് കൂവിക്കാം നാളെ ഊറ്റിയിട്ട്. വെള്ളം കുറഞ്ഞല്ലേ, വെള്ളം നമ്മളിത് അടച്ചു വെച്ചപ്പോൾ തീർന്നതായിരിക്കുമേ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം, ആ കന്നാസിന്ന് എടുത്തൊഴിക്കേ. അങ്ങനെ പറ്റില്ലല്ലോ, കാരണം നമ്മൾ കുറച്ചും കൂടി ഒഴിക്കാം, അത് മുങ്ങി കിടക്കണം, അല്ലെങ്കിലേ വളിച്ചു പോകും. അറിയില്ല ഞാൻ പിടിക്കാം. ഇത് ഭയങ്കര ഒരു അബദ്ധമായി പോയി. നാളെ നമുക്ക് അതിനൊരു പണി ചെയ്യാം, നാളെ രാവിലെ ഇത് കഴിക്കാം, ഉച്ചക്കത്തേക്ക് നമുക്കേ അതെ അത് മതി. എന്നിട്ട് കറക്റ്റ് വെന്തെങ്കിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി. നമ്മൾ ആ വീട്ടിൽ ചെയ്യുന്ന പരിപാടി ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇത് ചെറിയ കുക്കറാണ്. ചെറിയ കുക്കറിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്താൽ വെറുതെ ആവും. കാരണം നമ്മൾ സാധാരണ വീട്ടിൽ നിന്നൊക്കെ എന്താ ചെയ്യാറ്, ഒരു കൂവുന്നതിന് മുമ്പ് അങ്ങ് നിർത്തും, എന്നിട്ട് അടച്ചു വെക്കും, വേവുകയും ചെയ്യും. കുറച്ചും കൂടി അതിന്റെ ഒന്നും അല്ല, എന്ത് ചെയ്യാ. അത് ദാബയാണോന്ന് പോയി നോക്കിയാൽ അറിയാം, കാരണം ദാബയാകാൻ ചാൻസ് കുറവാണ്. അപ്പുറത്ത് അല്ലടി, അപ്പുറത്ത് ലൈറ്റ് ഒക്കെ കാണുന്ന അത് ചിലപ്പോൾ ദാബയായിരിക്കും. ഇതെന്തായാലും അടച്ചു വെക്കാം, നമുക്ക് പോയിട്ട് വരാം. ഗതികെട്ടവരെ പാമ്പ് കടിച്ചു. ഇത് തന്നെ, വേറൊന്നുമല്ല. ആ ഒരു കൂവും കൂടി കൂവിയാ കുറച്ചല്ല, അരി കടിക്കുന്നുണ്ട് അതിൽ, ഉള്ളിൽ അരി കടിക്കുന്നുണ്ട്. ഇനി അരിനെ കുറ്റം പറയരുത്. എന്നിട്ട് നമ്മൾ ആൻറ്റീൻ്റെ അടുത്ത് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു അരിക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും
പുറത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ലല്ലെല്ലാം കളിച്ച് നിന്നിട്ട് ഇത്രയും നേരമായി. സമയം എത്രയായി? 7 മണി കഴിഞ്ഞു. 7? ഇനി എപ്പോഴാ കഴിക്കണേ? അതാണ് പറഞ്ഞേ, ഇനിയും പെട്ടെന്ന് കഴിച്ചില്ലെങ്കിലേ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നീ അവിടെ വെക്ക്. വെറുതെ ആൻസിന്റെ കാലും പൊള്ളി അല്ലേ? എന്താ അറിയോ, നമുക്ക് കുക്കർ വെക്കാൻ വേറെ സ്ഥലമില്ല. അപ്പം നമ്മൾ വേവിച്ചിട്ട് ആ ചൂടോടെ ഇങ്ങോട്ട് എടുത്തു വെച്ചു. അതിൽ ആൻസി ഒന്ന് കിടന്ന് എന്തോ അഭ്യാസം കാണിച്ച വലിച്ചതാ. അത് മറന്നു. അതിൽ കാല് പൊള്ളി ചെറുതായിട്ട്. എന്തായാലും നമുക്ക് കിട്ടുമെന്ന് നോക്കാം. പുറത്തേക്ക് ഇറങ്ങിയിട്ടേ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കണ്ട. കാരണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് പോയി യൂ ടേൺ എടുത്തൊക്കെ ഈ 2 എന്താ സ്ഥിതി നോക്കാം ഇപ്പുറത്തുള്ള. ഇല്ലെങ്കിൽ നമുക്ക് പട്ടിണി എടുക്കാം കേട്ടോ. ബാ. അപ്പോൾ അതെ ഇവിടെ ഒരു ധാബ ഉണ്ട് കേട്ടോ. സംഭവം ധാബ തന്നെയാണ്, പേടിക്കാനില്ല. നമ്മുടെ പമ്പിൻ്റെ തൊട്ടടുത്ത് ഇതാട്ടോ നമ്മുടെ പമ്പ്. ഈ പമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ധാബ വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ധാബയിൽ നിന്ന് തന്നെ കഴിക്കാം. കുറേ പേര് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവിടെ ആകുമ്പോൾ വല്ല നല്ല റൊട്ടിയൊക്കെ കിട്ടും. ഇനിയിപ്പോൾ നാളെ നമുക്ക് കഞ്ഞി കുടിക്കാം. ആൻസി ആൻസി ചെറിയ കരച്ചിലൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ സംഭവം എന്ന് പറയാം, കൈ ഒന്ന് കാണിച്ചേ. ഇത് കണ്ടോ, ഈ കൈയിൻ്റെ ഇവിടെ ആയിട്ടൊരു നീര് കണ്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഗ്ലാസ് പൊക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചോളാൻ പറഞ്ഞു ഗ്ലാസ്. ആ ചൂടങ്ങ് പോവുകയാണെങ്കിൽ നല്ലതാണല്ലോ. പുള്ളിക്കാരി എന്ത് ചെയ്ത് ഒരു കൈ ഇതിൻ്റെ സ്വിച്ചേലും ഗ്ലാസിൻ്റെ സ്വിച്ചേലും ഒരു കൈ അവിടെയും കൊണ്ട് വെച്ചൊരു ഒറ്റ പൊക്കൽ. ഗ്ലാസ് വന്ന് ഒറ്റയിടി, എന്നിട്ട് വിട്ടില്ല. അയ്യോ, എന്നിട്ട് പെട്ടെന്ന് താത്തിയിട്ടാണ് പുള്ളിക്കാരി. ഞാൻ നോക്കുമ്പോൾ 20 പേരും കരച്ചില്. അമ്മാര് വേനയാണ് ഇന്ന്, കയ്യിൽ നീര് വരെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്താ അവിടെ ഉള്ളതെന്ന് പോയി നോക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൊട്ടിയും കടലക്കറി ആട്ടോ പറഞ്ഞേ. കടലക്കറിയും റൊട്ടിയും വന്നിട്ടുണ്ട്. അതേപോലെ ആദ്യം നമുക്ക് സവോളയും മുളകും ആട്ടോ തന്നെ. അപ്പം കൂടി കഴിച്ച് കഴിഞ്ഞ് എങ്ങനെയുണ്ട് ആൻസി? കഴിച്ചോ? കഴിക്കാതെ നമ്മളെങ്ങനെ പറയാം അല്ലേ? ഇത് കണ്ടോ ആൻസി അവിടെ ഇരിക്കണേന്നുണ്ടോ കട്ടിലയിൽ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? അതാണ് ഈ ധാബയിലെ ഫുഡിൻ്റെ ഒരു പ്രത്യേകത. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടില്ലേ, അതെടുത്തിങ്ങനെ കൊട്ടണം. കൊട്ടിയിട്ട് വേണം കഴിക്കാൻ. സൂപ്പർ സാധനം. അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. കുഴപ്പമില്ല. കാരണം എന്താ പറയുക, നമ്മളിങ്ങനെ ഈ റൊട്ടിയും പരിപ്പ് കറിയും കഴിച്ച് കടലക്കറി കഴിച്ച് നമുക്ക് വലിയ പരിചയമില്ലല്ലോ. അതിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കറിക്കൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എന്താ ആൻസിൻ്റെ മുഖം എങ്ങനെ ഇരിക്കണേ? ശീലമില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നത് വണ്ടിക്കകത്ത്. എന്താ ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ? ഇപ്പം കെട്ടു. അത് ഞാൻ ലോക്ക് തുറന്നതിൻ്റെ ആയിരുന്നേ. ഇതുണ്ട്, ഇവിടെ ഭയങ്കര ചൂടായിരുന്നു ചില്ലിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫാൻ ഇട്ടിട്ട് ഇതിലെ കാറ്റ് തള്ളുന്നുണ്ട് കുറച്ച്. ഫാൻ ഇട്ട് വെച്ചേക്ക് വേണം ചൂട് പോകാൻ വേണ്ടി. പോയി ഇനി ഓഫ്. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇവിടുന്ന് ചൂട് വന്ന് നമ്മുടെ ബെഡിൽ നമുക്ക് കിടക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും. അപ്പോൾ ഇനി നമുക്ക് കുളി കഴിഞ്ഞ് നേരെ കയറി കിടക്കാം കേട്ടോ. ഇത്ര മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങളുടെ ഇത്രയും കാലത്തിലെ ആദ്യമായിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഞങ്ങളോട് നിന്നോ എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളിവിടെ നിന്നോന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളിവിടെ കിടക്കാൻ വേണ്ടി ഞങ്ങളുടെ ബെഡ് വരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് ഒരാളെ പറഞ്ഞു വിട്ടിരിക്കുക. മാനേജറാണ് പറഞ്ഞു വിട്ടത്. പറഞ്ഞു വിട്ടിരിക്കുക, അയ്യോ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ ഗാഡി ഇവിടെ അലോഡല്ല, നിൽക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ ആള് ഒളിച്ചു നിൽക്കുക കേട്ടോ ഉള്ളില്. ഇവരാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിൽക്കാൻ പാടില്ല, ഇവരാണ് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കുന്ന ഒരുത്തനുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഒരുത്തനുണ്ട്. അവരാണ് ഞങ്ങളുടെ അടുത്ത് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് നോക്കിയവനാണ് കേട്ടോ. ഡയറക്റ്റ് ചോദിച്ചതാണ്. അവിടെ ചെന്ന് മാനേജറാണെന്ന് മനസ്സിലായപ്പം അവിടെ ചെന്ന് ചോദിച്ചു നിൽക്കാൻ പാടുണ്ടോ. അത് ഞങ്ങളുടെ ഇപ്പം വന്ന് പറയുന്നത് 9:45 കഴിഞ്ഞപ്പോഴാണ് വന്ന് പറയുന്നത് നിൽക്കാൻ പാടില്ല എന്നിട്ടോ. 24 മണിക്കൂർ പമ്പുമാണ്, ഒരു പ്രശ്നമില്ലാത്ത പമ്പുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും കുറെ അനുഭവങ്ങൾ. വേണമല്ലോ. ഞങ്ങൾ എന്തായാലും പോവുകയാണ് ഇവിടുന്ന്. അടുത്ത് വേറെ പമ്പുണ്ട്, നോക്കാം.